പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ
പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബൈബിളിൽ എപ്പോഴും നമുക്കിത് ആഗമനകാലമാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന കാലമാണ്. പൊതുവെ നമ്മൾ നോക്കിപ്പാർക്കുന്നൊരു വിഷയം എന്താ? ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്താ? അത് സെൻറ്റ് പോളിൻ്റെയും ആദിമസഭയുടെയും എക്സ്പീരിയൻസ് ഓഫ് ഗോഡാണ്. റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വിഷയം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ EMI എന്നൊക്കെ പറയത്തില്ലേ, നമ്മളെവിടെയെങ്കിലും ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റായിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കും, EMI. അപ്പോൾ നമ്മൾ എടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടുള്ള ഡിവിഡൻഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഷെയറാണ് നമ്മൾ പലിശ സഹിതം അടക്കണം. പക്ഷേ ബൈബിൾ പറയണത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI വളരെ ചുരുക്കമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ തന്നെ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ സെൻറ്റ് പോള് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയിരിക്കുന്ന വെളിപ്പാട്. അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ എന്തു ചെയ്യണം? നമ്മളതൊരു ഷെയറായിട്ട് നമ്മുടെ ഷെയറായിട്ട് അടയ്ക്കുക. കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം കഷ്ടനഷ്ടങ്ങളെ കൃപയാക്കി മാറ്റിയത് ഈശോയല്ലേ. ഇപ്പോൾ ഈശോയുടെ സീല് അടിച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊക്കെ. ഇപ്പം നമ്മുടെ ഈ ആലപ്പുഴയൊക്കെ കുറേ അധികം കയർ ഫാക്ടറികളില്ലേ. അപ്പോൾ ആ കയർ ഫാക്ടറികളൊക്കെ ഈ കയറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വീടുകളിലൊക്കെയാണേ. തറയൊക്കെ കെട്ടി ആൾക്കാർ 2-3 ആൾക്കാരൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യണതാണ്. പക്ഷേ അത് വലിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവരത് ഡ്രിം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ സീലടിക്കുമ്പോഴാണ് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ സീലിംഗ് ഉണ്ട്. എന്താണ്? നമ്മുടെ സഹനങ്ങളെ ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സീലടിക്കണം. കാര്യം ക്രിസ്തുവിൻ്റെ സീലടിച്ചാൽ മാത്രമേ ഇത് മുകളിൽ മഹത്വമായിട്ട് ആകത്തുള്ളൂ. അപ്പോൾ അതിന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല വെറുതെ ആരെങ്കിലും വഴി കിടന്ന് സഹിച്ചുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലരൊക്കെ എന്ന വാസ്തവത്തിൽ ഇത്തിരി സഹനം കൂടുതൽ വാങ്ങിക്കും. ഇവിടെ ഇപ്പം ഈശോ തന്നെ ഈശോയ്ക്കൊന്നും മാക്സിമം വാങ്ങിച്ചില്ലേ. അതിൽ ഈശോയുടെ നല്ല പ്രായത്തിൽ ഈശോ മരിച്ചു എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മക്കളൊക്കെ തന്നെ ഇല്ലേ, 20 വയസ്സിലൊക്കെ മരിക്കണ മക്കളില്ലേ, 30 വയസ്സിൽ മരിക്കും. അപ്പന്മാർ തന്നെ നമുക്ക് 3-4 വയസ്സുള്ളപ്പോൾ മരിക്കും, ചിലപ്പോൾ 10 വയസ്സുള്ളപ്പോൾ മരിക്കും. എൻ്റെ അപ്പൻ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ മരിച്ചത്.
അപ്പോൾ ഈ വിഷയം അപ്പം നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെന്ന്, ഇന്നത്തെ കഷ്ടതയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കഷ്ടതകളെ നിരസാരമാക്കണമെന്നാണ് ബൈബിൾ പറയണത്. അല്ല, കഷ്ടങ്ങളെ കൊണ്ട് മുങ്ങിക്കൊണ്ട് ജീവിതകാലം പോയി നടക്കരുതെന്ന് പറയണത്. എന്ത് ചെയ്യണം? അത് നമുക്ക് ലഭിക്കായ മഹത്വത്തോട് താരതമ്യം ചെയ്ത് അതിൻ്റെ ഷെയറായിട്ട് നടക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് മരണം ലാഭമാണെന്നൊക്കെ പൗലോസ് പറയണില്ലേ? ആ രീതിയിലാണ് പറയണത്. കാരണം ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ ഓർക്കുമ്പോൾ എനിക്ക് മരണം നേട്ടമാണെന്ന് പറയണത്. ഈ മരണം നേട്ടമാണെന്ന് നമ്മുടെ വിശ്വാസം മാത്രമേ പറയത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ വിഷയത്തിൽ എനിക്ക് വീടില്ല, ജോലിയില്ല, ഭർത്താവ് നേരത്തെ മരിച്ചു, കുഞ്ഞുങ്ങളെന്നെ മനസ്സിലാക്കണില്ല, മക്കളെന്നെ മനസ്സിലാക്കണം, ഈ അവലാതിയും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിരങ്ങരുത്. അവലാതികൾ സ്റ്റോപ്പ് ചെയ്യണം. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞു, ഒരു ദിവസം വരും അത് നിങ്ങൾ എന്നോട് ഒരു അവലാതിയും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ആ ദിവസം ഏതായിരിക്കും? കർത്താവിൻ്റെ ലഭിക്കായ്ക്ക് മഹത്വത്തിന് വേണ്ടി നമ്മൾക്ക് നിന്ന് വാങ്ങിക്കുന്ന EMI ആണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അമ്മയുടെ ജീവിതത്തിലേക്ക് ഭയങ്കര ജാഗ്രത ഓർക്കുകയും ട്രഡീഷൻ അനുസരിച്ച് അമ്മയുടെ ഭർത്താവ് 20ാമത്തെ ഈശോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു. പിന്നെ ഈശോയും അമ്മയുമായിട്ടാണ് ജീവിച്ചിരുന്നത്. 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഈശോയും വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഒറ്റക്കായി. ശരിക്കും. അപ്പോൾ ഈ ഒറ്റപ്പെടലിലൂടെയാണ് അവർ ജീവിക്കുമ്പോഴും, പക്ഷെ അവർക്ക് ഉള്ള വിഷയം അവരൊരു വചനത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. എന്താണ് അവർ? എന്ത് വചനത്തിലാണ്? നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവത്വം വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്ക് വലിയവനായിരിക്കും, സിംഹാസനം അവന് നൽകുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അമ്മ ആ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ ഔസേപ്പിതാവിൻ്റെ മരണവും ഈശോ ഇറങ്ങിപ്പോയതും എല്ലാം വകവെച്ച് അതിനെയൊക്കെ എടുത്ത് വർദ്ധിത സന്തോഷമാക്കുകയും ആന്തരിക സന്തോഷമാക്കി മാറ്റണം. അങ്ങനെ അപ്പം ഇതിൻ്റെ വിഷയം ജീവിതത്തിൽ പല കാലാവസ്ഥകളുണ്ടാകും. അപ്പോഴൊക്കെ ദൈവം എന്നോട് എന്തോ അനുമതി ചെയ്ത്, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കണമല്ല, എന്നോട് ദൈവം ഇങ്ങനെ അനുമതി ചെയ്ത്, എനിക്ക് മക്കളില്ല, ഈ മരണം വരെ മക്കളില്ലാത്തവർ, എനിക്ക് മക്കളില്ലേ, അവർക്കെല്ലാം മക്കളുണ്ട്, ഇപ്പം മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ നോക്കിയാൽ അങ്ങനൊന്നും പറയരുത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. കാര്യം എന്താണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഇതൊക്കെ കുപ്പയായിട്ട് കരുതുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നമ്മൾ അപരാധികൾ നിർത്തും. ഞാൻ ഇന്നലെ പറഞ്ഞത് ആന്തരിക മനുഷ്യനെക്കുറിച്ചാണ്, ഇന്ന് പറയണത് ആന്തരിക മനുഷ്യനെക്കുറിച്ച്, നമ്മുടെ മതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. ഓളോണേഴ്സാണ് ഇത് പറ്റത്തില്ലെങ്കിലും പതുക്കെ ഇത് പറ്റും. ഈ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം വളരണം മക്കളെ. ഒരു ദിവസം ദൈവം തരണത് ക്രിസ്തു വളരാൻ വേണ്ടിയാണ്. അപ്പം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ, നിരാശയില്ലാതെ പ്രത്യാശയോടെ മുന്നേറുക. പ്രൈസിലാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് യാചിക്കുന്നു. എൻ്റെ പേര് ലിറ്റിമോൾ വർഗീസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഒരു BSc നേഴ്സാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒക്ടോബർ 7-ാം തീയതി 2022 ഇത് എൻ്റെ 4ാമത്തെ പുതുക്കലാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് സ്വയം ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഞാൻ എടുത്തതല്ലായിരുന്നു. എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒരു ഉടമ്പടി എടുക്കുക. കാരണം ഞാൻ 2 വർഷം ഡൽഹി വർക്ക് ചെയ്തിട്ട് ഇനി പുറത്തോട്ടൊക്കെ നോക്കാം എന്നുള്ള ആ ഒരു ഇതിൽ നാട്ടിൽ വന്നു, OET എഴുതാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ചേച്ചി പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഉടമ്പടി എടുത്തേക്കാം. എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു അന്നേരം ഉടമ്പടി എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ആ ഒരു ഇതിൽ എടുത്ത സമയത്ത് ഞാൻ ഇത്ര മാത്രമേ മാതാവിനോട് പറഞ്ഞുള്ളൂ, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എന്നെ നീ OET ക്ലിയർ ആക്കണേ എന്ന്. മറ്റ് ആത്മാർത്ഥമായി ആണോ എന്ന് ചോദിച്ചാൽ ആ സമയത്തല്ലായിരുന്നു. ചേച്ചി പറഞ്ഞതിൻ്റെ പേര് ഞാൻ വന്നെടുത്തു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ OETയുടെ ക്ലാസ്സിനൊക്കെ പോയി, OETയുടെ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി, ഫെയിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാഞ്ഞതിൻ്റെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. ഞാൻ പൂർണ്ണമായി ഒരു ഡിപ്രഷൻ, നിരാശയായി. ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി.
പിന്നെ ഞാൻ സ്വയം മാതാവിനോട് അടുത്തു, ഈശോയോട് പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെ ഇനി നിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. മാതാവിൻ്റെ മേലുംകിട കീഴിൽ എന്നെ സംരക്ഷിക്കണേ. എൻ്റെ ഭാവി ജീവിതം ഞാൻ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ശേഷം ഞാൻ വീണ്ടും ഡൽഹിക്ക് ജോലിക്ക് വേണ്ടി പോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ്, ഇനി ഞാൻ OET എഴുതുന്നില്ല. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണേ എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 15 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണല്ലോ, അന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 15 ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഒരു ഏജൻസിയിൽ ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ എന്നെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം സൗദിയുടെ മിനിസ്ട്രിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇപ്പം തന്നെ 5 മിനിറ്റിനുള്ളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് നമ്മൾ ഇൻ്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർ അല്ലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങിക്കിടന്ന് ഞാൻ ജസ്റ്റ് മുഖം പോലും ശരിക്കും പറഞ്ഞാൽ അത് കഴുകാതെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് പോലും എനിക്കറിയത്തില്ല. മാതാവിനെ മുറുകെ പിടിച്ചാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 5 മിനിറ്റേ ഉള്ളായിരുന്നു ഇൻ്റർവ്യൂ. അവർ പറഞ്ഞു സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ജോലിയിൽ തന്നെ തുടർന്നു. ഓഫർ ലെറ്റർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഓഫർ ലെറ്റർ വന്നു. അപ്പം സൗദിയുടെ എക്സാം ക്ലിയർ ആയിട്ടില്ല, ടൈമില്ല, കയറി പോകണമെന്ന് ഏജൻറ്റ് പറഞ്ഞു. നല്ല പേടിയുണ്ടായിരുന്നു. കാരണം വേറൊരു കൺട്രി ചെന്ന് എക്സാം എഴുതുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു. എന്തെങ്കിലും ഞാൻ മാതാവിനോട് സമർപ്പിച്ചു. വിസയും ടിക്കറ്റൊക്കെ വന്നു. ഇവിടെ വന്നു മാതാവിനോട് പറഞ്ഞു, മാതാവേ, നിൻ്റെ ഇഷ്ടമാണ്, നിൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നു. മാതാവേ, എനിക്ക് 1 വർഷത്തിനുള്ളിൽ തിരിച്ച് എക്സാം കിട്ടാതെ നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ വരരുതേ. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. മാതാവിന് ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ നവംബർ 30, 2023 സൗദിക്ക് പോയി. ഡിസംബർ 1 ജോയിൻ ചെയ്തു. അവിടെ ചെന്ന് ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലെല്ലാം മാതാവ് എൻ്റെ കൂടെ നിന്നു. ഞാൻ 5 മാസം എടുത്താണ് പഠിച്ചത്. മെയ് 29, 2024 ഞാൻ സൗദിയുടെ ലൈസൻസ് എക്സാം ക്ലിയറായി. മാതാവ് അവിടെയും എന്നെ ശക്തിപ്പെടുത്തി. എൻ്റെ കൂടെ ഒപ്പമുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞു, മാതാവ് നമ്മളെ കാത്തുകൊള്ളും, ഞാൻ പാസ്സായെങ്കിൽ നിങ്ങളും പാസ്സാവും. ഉടമ്പടി വസ്തുക്കളൊക്കെ ആയിട്ടായിരുന്നു എക്സാമിന് പോയത്. അങ്ങനെ ഞാൻ പാസ്സായി. ഇതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ വിവാഹം നാട്ടിൽ ഉറപ്പിച്ചു. പിന്നെ വിവാഹത്തിന് വേണ്ടി ഞാൻ നാട്ടിലേക്ക് ലീവൊക്കെ അപ്ലൈ ചെയ്തു. ആ സമയത്തൊക്കെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എല്ലാം എൻ്റെ അമ്മ മാതാവ് മാറ്റി. ഞാൻ നവംബർ 9 വിവാഹിതയായി. 19 ദിവസത്തിനുള്ളിൽ ആയിരുന്നു എൻ്റെ വിവാഹം. എല്ലാം ഞാൻ ആഗ്രഹിച്ചതിലും മനോഹരമായി മാതാവ് ഒരു കടബാധ്യതയോ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ എനിക്കൊരു ജീവിത പങ്കാളിയെ തന്നു. എൻ്റെ വിവാഹം നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലീവ് പോയി. ഞാൻ ഹസ്ബൻഡ് അബുദാബിയിലാണ്. ഹസ്ബൻഡ് അബുദാബിക്ക് പോയി, ഞാൻ സൗദിക്ക് പോയി. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒന്നിച്ച് നിൽക്കുക എന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, മാതാവേ, ഇനി നെക്സ്റ്റ് കോൺട്രാക്റ്റ് പുതുക്കാതെ 2ാമത്തെ വർഷത്തിലേക്ക് ഞാൻ അവിടെ കയറി. മാതാവേ, ഒരുമിച്ച് നിൽക്കുവാൻ ഒരു അവസരം തരണേന്ന് പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി അബുദാബിയുടെ ഹാർഡ് RN എക്സാം പാസ്സായാലേ എനിക്ക് അവിടെ ജോലിക്ക് കയറാൻ പറ്റൂ. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാമാണ്. എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്നുള്ളത് എനിക്ക് 100% അറിയായിരുന്നു. മാതാവിന് ഞാൻ സമർപ്പിച്ചു. രണ്ടും കൽപ്പിച്ച് ഞാൻ റിസൈൻ വെച്ചു. ഈ ഒക്ടോബർ 29 ഞാൻ നാട്ടിൽ വന്നു. നവംബർ 5 ഇവിടെ വന്നു. മാതാവിന് ഉടമ്പടി പുതുക്കി. മാതാവിൻ്റെ അത് 4ാമത്തെ പുതുക്കലായിരുന്നു. മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിച്ച് ഞാൻ പറഞ്ഞു, മാതാവേ, 1 മാസം കറക്റ്റ് തികയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായി മാതാവ് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒക്ടോബർ 5 ഇവിടെ വന്ന് നിയോഗം എല്ലാം സമർപ്പിച്ച് ഞാൻ ഇവിടുന്ന് പോയി. ചേർത്തല തന്നെ ഞാനൊരു അക്കാദമിയിൽ ചേർന്ന് അവിടെ ഞാൻ പഠിച്ചു. ഒപ്പം മാതാവിന് എന്നെ സമർപ്പിച്ചു. കാരണം എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു മുമ്പോട്ട് പോകാൻ. ഈ 4 വർഷം പഠിച്ച തിയറി ഒന്നിച്ച് 1 മാസം 10-25 ദിവസം കൊണ്ട് പഠിക്കുക, എക്സാം എഴുതുക എന്നത് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇന്നലെ 2/12/2025 ഞാൻ ഡേറ്റ് എടുത്തു. കൊച്ചിയിൽ 9 മണി മുതൽ 12 മണി വരെ ആയിരുന്നു എൻ്റെ എക്സാം. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് വേറൊരു മാർഗ്ഗമില്ല. അവിടെ നിന്നുള്ള മിനിസ്ട്രിയിലായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എന്തിനാണ് ആ ജോലി കളഞ്ഞത്? ആ ജോലി ഞാൻ കളഞ്ഞിട്ടാണ് മാതാവേ ഞാൻ വന്നത്. എനിക്കിനി അവിടെ പോയി ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ എനിക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിലേ പറ്റൂ. മാതാവേ, എനിക്കിനി 2ാമത് എഴുതേണ്ട അവസ്ഥ വരരുതെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പ്രാർത്ഥിച്ച് പഠിച്ച് ഞാൻ ഇന്നലെ കൊച്ചിയിൽ എക്സാമിന് വേണ്ടി, ഈ സമയത്ത് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ 9 മണിക്ക് ഞാനവിടെ കയറി. 8 മണിയായപ്പോൾ ഞാനവിടെ ചെന്നു. എൻ്റെ കൈയും കാലെല്ലാം നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. വീണ്ടും ഞാൻ ജവമാലയും കാശുരൂപം മുറുക്കെ പിടിച്ച് കയറി. ഞാൻ ടിഷ്യൂവിൽ മാതാവിൻ്റെ ഉപ്പ് പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ടിഷ്യൂ പേപ്പർ പോലും അനുവദിക്കുന്നില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സിൻ്റെ പോക്കറ്റിലേക്ക് കുറച്ച് തരിയായിട്ട് ഉപ്പെടുത്തിട്ടു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ കയറിയ സമയത്ത് എൻ്റെ ബയോമെട്രിക്കൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ആ ടേബിളിൻ്റെ സൈഡിൽ 2-3 തരി ഉപ്പെടുത്ത് പോക്കറ്റിൽ നിന്ന് വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഹോളിലേക്ക് കയറി.
കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എന്നെ കൊണ്ടിരുത്തി. എന്നിട്ടും എനിക്ക് ഭയങ്കര വിറയ്ക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ, എന്ത് കൂടെ എഴുതണം, ഞാനല്ല എക്സാം എഴുതുന്നത്, നീയാണ് എക്സാം എഴുതുന്നത്, ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞു. മൗസിലും കമ്പ്യൂട്ടറിലൊക്കെ ഞാൻ ആ ഉപ്പിൻ്റെ ഒരംശം അവിടെ എല്ലാം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. നടുവിലെത്തിയപ്പോഴത്തേക്ക് 150 ക്വസ്റ്റ്യൻ 180 മിനിറ്റിലാണ്. അപ്പം നടുവിൽ വന്നപ്പോൾ എനിക്ക് തോന്നി, കൈവിട്ട് പോകുന്ന പോലെ തോന്നി. കാൽക്കുലേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് വായിക്കാനുള്ള സമയമില്ല കാൽക്കുലേഷനിലൊന്നും, ഞാൻ എന്തായാലും ഒരു ആൻസർ ഇടുക. മാതാവ് എനിക്ക് ഒരു 15 മിനിറ്റെങ്കിലും ലാസ്റ്റിൽ തരണേ, എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാൻ. മുമ്പോട്ട് പോയി 9 മണി മുതൽ 12 മണി വരെ ആയിരുന്നു എക്സാം. ഞാൻ ആ 150 ക്വസ്റ്റ്യൻ 11:15 ഞാൻ ഫിനിഷ് ചെയ്തു. എനിക്ക് 40 മിനിറ്റ് മാതാവ് വീണ്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നു. ഞാൻ 11:50 ആയപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം റീചെക്ക് ചെയ്ത് എക്സാം സബ്മിറ്റ് ചെയ്യാം. ഇനി മാതാവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഈ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങാൻ ഇട വരരുതേ, കാരണം അതുപോലെ ടഫാണ് എക്സാം. എനിക്കിനി അടുത്ത ഡേറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഒന്ന് ഫെയിലായിട്ടുണ്ട്. 72 മണിക്കൂർ വേണം അടുത്ത ഡേറ്റ് എടുക്കാൻ. നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. 6 മാസത്തിനുള്ളിൽ അടുത്ത ജോലിക്ക് കയറണം. അങ്ങനെ കുറേ ഇഷ്യൂസ് ഞാൻ മാതാവിനോട് പറഞ്ഞു. മാതാവേ, ഞാൻ എന്തായാലും ഇറങ്ങാൻ പോവുക. ഞാൻ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ആ സിസ്റ്റത്തിൽ ഒരു കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർ ബയോമെട്രിക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ബയോമെട്രിക് ചെയ്യാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു പ്രിൻ്റ് എടുത്ത് കൈ തന്നു. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ എന്തായാലും റിസൾട്ട് നോക്കാൻ പോവുക. ഈ റിസൾട്ട് നിൻ്റെ മൗത്തത്തിനായി ഇത് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. എനിക്കത് പാസ് എന്നുള്ളത് കാണാൻ പറ്റി. ഞാൻ ഇന്നലെ അബുദാബിയുടെ ഹാർഡ് RNM എക്സാം പാസ്സായി. ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഞാൻ മാതാവിനോട് കഴിഞ്ഞ് ഈ നവംബർ 5 ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് പറഞ്ഞു. മാതാവ് അതുപോലെ എന്നെ അനുഗ്രഹിച്ചു. തുടർന്നുള്ള എൻ്റെ എല്ലാ ജീവിതത്തിലും മാതാവ് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് എനിക്ക് ഇടവേളകളിലായിട്ട് ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുമായിരുന്നു. നന്നായിട്ട് തലവേദന വരുമ്പോൾ അത് വൊമിറ്റ് ചെയ്യാതെ എനിക്ക് ആ തലവേദന മാറില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ടാബ്ലറ്റ് ഒന്നും എടുക്കാതെ വെഞ്ചിരിച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ആ തലവേദനയ്ക്കൊക്കെ എനിക്ക് മാതാവ് അവിടുന്ന് സൗഖ്യം തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനേകം വലുതും ചെറുതും എല്ലാ അനുഗ്രഹങ്ങൾ തന്നു. അതുപോലൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ മമ്മിക്ക് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. നാത്തൂൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി പാസ്പോർട്ടിൻ്റെ ഇഷ്യൂവിന് എന്ത് ചെയ്താൽ അത് ശരിയാവുന്നില്ലായിരുന്നു. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി, നമുക്ക് ഡിസംബർ 8 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം, മമ്മിയുടെ അത് ശരിയായിക്കോളും, മമ്മിക്ക് പോകാൻ പറ്റും, ഞങ്ങൾക്ക് മമ്മിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്കും പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2024 നവംബർ 29 പാസ്പോർട്ട് ഓഫീസിൽ പോയി. 1-ാം തീയതി ആയപ്പോഴത്തേക്ക് പാസ്പോർട്ട് വീട്ടിൽ വന്നു. അങ്ങനെ മാതാവ് ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ 2 വർഷമായിട്ട് സൗദിയിലായതുകൊണ്ട് എനിക്കങ്ങനെ വരുന്ന പേഷ്യൻസിനോട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ചെയ്യുന്ന ശുശ്രൂഷകൾ അവർക്ക് നല്ലതിന് വേണ്ടി, അല്ലാതെ ഒരു വാക്ക് കൊണ്ടുപോലും ദൈവമേ അതവരെ വേദനിപ്പിക്കരുതെന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു നാട്ടിൽ കൃപാസന ഗ്രൂപ്പ് കൂടിയിട്ടുണ്ട്. അതിൽ അവരെല്ലാ മാസവും, എൻ്റെ ആൻറ്റി ഉൾപ്പെടെ ആ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ എല്ലാ മാസവും അവർ ഒരു അനാഥാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാനൊരു എമൗണ്ട് എല്ലാ മാസവും അയച്ചു കൊടുക്കും. എന്നെക്കൊണ്ട് അന്നേരം ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ എക്സാം എഴുതിയ ഒരാളെ 3 അറ്റംപ്റ്റേ ഉള്ളൂ ഹാർഡിന്, 2 അറ്റംപ്റ്റ് പാസ്സായി. അന്നേരം ആളോട് പറഞ്ഞു, ഇനി എക്സാം എഴുതേണ്ട പൈസയില്ല. പിന്നെ അപ്പം ഞങ്ങളെല്ലാം കൂടെ ആളെയും കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, അവിടെ കുർബാനയൊന്നും ഓഫ്ലൈനിലില്ലല്ലോ, സൗദിയാന്ന് എല്ലാവർക്കും അറിയാം. അപ്പം എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ബൈബിൾ വായിക്കും, ജവമാല ചൊല്ലും. ചില ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ പറ്റില്ല ജവമാല, എന്നാൽ പോലും ഒരു 2 രഹസ്യമെങ്കിലും ചൊല്ലാറുണ്ട്. ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കും. ഡെയിലി ബ്രെഡ് കൂടും. പിന്നെ ഓൺലൈൻ കുർബാനയൊക്കെ കൂടുമായിരുന്നു. ജെറമിയ 24:6 ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും, ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല, ഞാൻ അവരെ നടും, പിഴുതു കളയുകയില്ല. ലിറ്റിമോൾ വർഗീസ് എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൗദിയിൽ പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മകൾ പറയുന്നുണ്ട്. ഡൽഹിയിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം ഉടമ്പടി എടുത്ത് ഇങ്ങനെ ആ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോഴും പുറത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളൊന്നും ശരിയാകാതെ വരുന്ന കാലത്താണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്ന് 5 മിനിറ്റിനുള്ളിൽ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകാൻ പറയുന്നത്.
ശരിക്കും നന്നായിട്ടൊന്ന് ഒരുങ്ങുന്നതിനോ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി തന്നെ മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുന്നതിന് പോലും സമയം കിട്ടാതെ മോൾ പറഞ്ഞതുപോലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങിയിരുന്ന മകൾ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റാണ് ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നത്. ബാഹ്യമായ സാഹചര്യങ്ങൾ, പഠിക്കുവാനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുപ്പിനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ, അതെല്ലാം നെഗറ്റീവാണിവിടെ. അതൊക്കെ ആ മെറിറ്റുകളൊക്കെ അവിടെ സീറോയും മൈനസുമാണ്. കാരണം വളരെ പൊടുന്നനെ വരുന്ന, അപ്രതീക്ഷിതമായി വരുന്ന ഒരു ഇൻ്റർവ്യൂ. മോൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ അമ്മ മാതാവിൻ്റെ കാശുരൂപമാണ് എൻ്റെ ബലം. ഞാൻ ഒന്നുകിൽ സംസാരിക്കുവാൻ പോലും തയ്യാറാവാതെ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ അമ്മ മാതാവ് വളരെ ചുരുങ്ങിയ സമയം 5 മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ തീരുകയും സെലക്റ്റഡായെന്ന് എനിക്ക് സന്ദേശം തരികയും ചെയ്തു. നമുക്കറിയാം വിദേശത്തേക്ക് പോകുവാൻ എത്ര നാളത്തെ പരിശ്രമമുണ്ട്, ഒരു ഇൻ്റർവ്യൂവിന് എന്തുമാത്രം ഒരുക്കവും പഠനവുമുണ്ട്. എങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഒന്ന് ഒരു അവതരിപ്പിച്ചിട്ടാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി വളരെ വെൽ ഡ്രസ്ഡായിട്ടൊക്കെ ഇരിക്കുക. അതൊക്കെ ആ ചെയ്യേണ്ടതൊക്കെയും ചെയ്യാതെ ഒരുപക്ഷെ ഡീമെറിറ്റായി നിൽക്കുമ്പോഴും അമ്മ മാതാവ് ഒരു ഫയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കുറവുകളല്ല, മറിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്ക് അനുവദിച്ചു തരുവാൻ അമ്മ തീരുമാനിച്ചത് നിസ്സാരമായി നമ്മളെ ഒന്നും പരിഗണിക്കാതെ നമുക്ക് വേണ്ടി അത് അനുവദിച്ചു തരും. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത്. 5 മിനിറ്റത്തെ ഒരു ഇൻ്റർവ്യൂ കൊണ്ട്, 5 മിനിറ്റിന് മുമ്പ് ലഭിച്ച ഒരറിയിപ്പ് കൊണ്ട് എനിക്ക് സൗദിയിൽ പോകുവാൻ എൻ്റെ അമ്മ മാതാവ് സാഹചര്യം ഒരുക്കി തന്നു. രണ്ടാമത്തത് ഇപ്പോൾ ലഭിച്ച പരീക്ഷയുടെ വിജയമാണ്. മകൾ പറഞ്ഞു, വിദേശത്ത് ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ജീവിത പങ്കാളിയോടൊപ്പം നിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് തിരികെ വന്നത്. ഇപ്പോൾ ഉടമ്പടിയിൽ അല്പം കൂടി ഇരുത്തം വന്നിട്ടുണ്ട്. 4 തവണ പുതുക്കി. ഉടമ്പടി ജീവിതം എന്തെന്ന് മനസ്സിലായി. ഉടമ്പടിയിൽ എന്താണോ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഓരോ കാര്യവും ചെയ്തു തുടങ്ങി. മകളുടെ തന്നെ വാക്കുകളിൽ, കാരുണ്യ പ്രവൃത്തികളിൽ മകൾ നന്നായി തന്നെ ഇടപെടുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനകളിൽ സ്ഥിരത മകൾ പുലർത്തുന്നുണ്ടായിരുന്നു. അമ്മ മാതാവിലും ഈശോയിലും നന്നായി ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇവിടെയും ഹാഡിൻ്റെ പരീക്ഷ എഴുതുമ്പോൾ അത് എല്ലാം പഠിച്ചുവെന്ന് പറയുവാനോ നന്നായി അതിനെ ഒരുങ്ങുവാനുള്ള സമയമോ ഒന്നും മകൾക്ക് ലഭിച്ചിരുന്നില്ല. ഇത്തിരി കട്ടിയുള്ള പരീക്ഷയുമാണത്. 3 ചാൻസിനുള്ളിൽ വിജയിക്കുകയും വേണം. ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നത് ഒന്നേ ഉള്ളൂ, അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കുവാൻ എനിക്ക് തൊഴിൽ ഒരുക്കിത്തരിക, അതിന് ഈ പരീക്ഷ പാസ്സാകണം. അത് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ടാണ് മകൾ ആ പരീക്ഷയ്ക്ക് പോകുന്നത്. മകൾ പറഞ്ഞു, ഞാനവിടെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, എനിക്ക് ഓരോ ചോദ്യത്തിനും വേണ്ടതെന്തോ അമ്മ എന്നെ സഹായിച്ചു തരണം. മകളുടെ ആ സാക്ഷ്യത്തിന് സുന്ദരമായി അവതരിപ്പിക്കുന്നുണ്ട്. അറിയാൻ പാടില്ലാത്തത്, സമയത്തിനുള്ളിൽ തീരുമോ എന്ന് ഭയപ്പെട്ടത്, വളരെ സമയക്കുറവിൽ എഴുതി തീർക്കുവാൻ, ഒത്തിരി സമയം ഒന്നുകൂടി റിവ്യൂ ചെയ്യുവാൻ, അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരീക്ഷ പൂർത്തീകരിച്ച് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ജയിക്കുവാൻ അമ്മ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, മകളുടെ സാക്ഷ്യത്തിൽ ഈ 2 തവണ 2 പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ പങ്കെടുക്കുമ്പോൾ അവരുടെ നേട്ടങ്ങളെക്കാൾ ഉപരി, അറിവുകളെക്കാൾ ഉപരി, മെറിറ്റുകളെക്കാൾ ഉപരി ദൈവകൃപയും സംരക്ഷണവും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗവും മകളുടെ ജീവിതത്തെ സുഗമമാക്കി, പരീക്ഷകളെ എളുപ്പമാക്കി, വിജയം നൽകി സഹായിച്ചു. ജോലിക്കുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് നാം അറിഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ജീവിതം, ഉടമ്പടിയുടെ ഓരോ നിമിഷവും നാം പുലർത്തുന്ന വിശ്വസ്തത, നാം പോലും പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ അമ്മ മാതാവ് ഈശോയുടെ തുറന്നു തരും. അമ്മ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പേര് അതുൽ വിജയ്. ഞാൻ ആയിരന്തി ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ പറയാൻ വരുന്ന സാക്ഷ്യം എൻ്റെ വിസ കിട്ടിയതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് 18 മാർച്ച് 2023 ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം എൻ്റെ B2 ഫുൾ മോഡ്യൂൾ കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് തന്നെ എക്സാം കൊൽക്കട്ടയിലാണ് പോയത്. എക്സാം കുഴപ്പമില്ലായിരുന്നു. 3 മോഡ്യൂൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 1 മോഡ്യൂളേ കിട്ടിയുള്ളൂ. അപ്പോൾ ആകപ്പാട് സങ്കടമായി. പിന്നെ ഞാൻ ഓർത്തു, എന്തായാലും 3 കിട്ടുമെന്ന് ഓർത്തതല്ലേ, അപ്പോൾ ഒന്നുകൂടി കൊൽക്കട്ടയിൽ പോയി എഴുതാം എന്നോർത്ത് കൊൽക്കട്ടയിലേക്ക് 2ാമത് എക്സാം ബുക്ക് ചെയ്തു.
എക്സാം 2ാം വട്ടം കൊൽക്കട്ടയിൽ ചെന്നപ്പോൾ ഭയങ്കര പാടായിരുന്നു, ഒന്നും മനസ്സിലായൊന്നുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എക്സാം എന്തായാലും തോറ്റു പോകും എന്നോർത്തു. അങ്ങനെ ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. എക്സാം കിട്ടിയില്ല. അപ്പോൾ മനസ്സ് മൊത്തം അടുത്തിട്ട് ഞാൻ പിന്നെ ഓർത്തു ട്രിവാൻഡ്രത്ത് ഓരോ മൊഡ്യൂൾ വീതം 2 ഡേറ്റ് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ട്രിവാൻഡ്രത്ത് ആദ്യം തന്നെ എക്സ്പ്രഷനും പിന്നെ ലേസനും എടുത്തു. എക്സ്പ്രഷൻ എക്സാം എനിക്ക് അവിടെ ചെന്നപ്പോൾ എൻ്റെ പാർട്ട്ണർ നല്ലപോലെ സംസാരിക്കും. എനിക്ക് അപ്പാടെ ഒരു ടെൻഷനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമായിരുന്നു. അപ്പോൾ പാർട്ട്ണർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, കുറേ നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ അവിടുത്തെ സാറ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നു പറഞ്ഞു. എന്നിട്ടും പാർട്ട്ണർ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവർ പറഞ്ഞ് നിർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ടെൻഷനായിപ്പോയി. ഞാനോർത്ത് ഈ എക്സാമും പോയി എന്നോർത്ത് പിന്നെ പ്രാർത്ഥിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചൊക്കെ തെറ്റി, പിന്നെ കുറച്ചൊക്കെ പറയുകയും ചെയ്തു. പറഞ്ഞ് പിന്നെ ഞാനോർത്തു ദൈവത്തിൻ്റെ കൈ കൊടുത്ത് റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് ഓർത്തു ഇരുന്നു. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലേസൺ എക്സാമും ഞാൻ ഓർത്തു എക്സാം വന്നപ്പോൾ പാസ്സാകുന്ന മാർക്കുണ്ട്. പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കാം, എക്സാം എഴുതി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അയ്യോ ഞാൻ ചെയ്ത ഉത്തരങ്ങൾ 2-3 തെറ്റാണല്ലോ, ഇനി പാസ്സാകുമോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അപ്പോഴെ ടെൻഷൻ അടിച്ചു. പിന്നെ എക്സാമിന് പോകുന്ന വഴിക്ക് ഞാൻ എക്സാം ഹാളിൻ്റെ അവിടെ വെഞ്ചരിച്ച് ഉപ്പും എണ്ണയും പുരട്ടിയിട്ടായിരുന്നു പോയത്. പിന്നെ കാശ് രൂപ എടുത്തായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ മെഡിക്കലൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ലേസനും കിട്ടി. പിന്നെ ഞാൻ ഷൈബൻ ഒരു 3-4 വട്ടം അറ്റംപ്റ്റ് ചെയ്തു, കിട്ടിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് എന്തായാലും നീ കുറേ നാളായിട്ട് ട്രൈ ചെയ്യുകയല്ലേ, ഞാൻ നിനക്ക് വേണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ സെറ്റ് ചെയ്ത് തരാം, നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ എനിക്ക് അവിടെ ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്ത് ഇൻ്റർവ്യൂ റെഡിയാക്കി തന്നു. ഞാൻ അവിടെ ചെന്നു. ഞാൻ ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചിലതൊക്കെ എനിക്ക് പറഞ്ഞു, എന്നാലും ചില ഉത്തരങ്ങളൊക്കെ തെറ്റായിരുന്നു. അപ്പോഴും ഒരു കൺഫ്യൂഷനായിരുന്നു, ഇൻ്റർവ്യൂ കിട്ടുമോ ഇല്ല എന്ന്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ കോൺട്രാക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കോൺട്രാക്റ്റ് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. അഡ്രസ്സിലൊക്കെ കുറേ തെറ്റുകളുണ്ടായിരുന്നു കോൺട്രാക്റ്റിൽ. അങ്ങനെ ഞാൻ നോക്കി എൻ്റെ മാമിൻ്റെ അടുക്ക് അയച്ചു കൊടുത്തു. മാമിൻ്റെ അടുക്ക് ചോദിച്ചു പറഞ്ഞു നീ അഡ്രസ്സ് എല്ലാം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, എന്തോ തെറ്റുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ അഡ്രസ്സിൽ എൻ്റെ വീട്ടുപേരൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് പ്രശ്നമാകുമോ? അപ്പോൾ പറഞ്ഞു ആ പ്രശ്നമാകും. എന്താണെന്ന് വെച്ചാൽ അവർ വിസക്ക് നോക്കുമ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും റിജക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് നീ എന്തായാലും വെയിറ്റ് ചെയ്യ്, ഇപ്പോഴത്തെ അവിടെ എന്ന് വെച്ചാൽ ഓഫീസിൽ നല്ല തിരക്കുള്ള സമയമാണ്, റെഡിയാക്കി കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഫലമായിട്ട് 12 ദിവസം കൊണ്ട് അത് അവർ റെഡിയാക്കി തന്നു. പിന്നെ ഞാൻ ആ ഒരു ടെൻഷൻ കാരണം പിന്നെ ബാക്കിയുള്ള ലാസ്റ്റ് പേപ്പർ മാത്രം ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ വിസയ്ക്ക് ഇൻ്റർവ്യൂ കിട്ടി. ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഒന്നുകൂടി എൻ്റെ പേപ്പറെല്ലാം കൂടി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് പേജിൽ അവരുടെ ഒരു സീലും കൂടി മിസ്സിങ് ആണ്. അപ്പോൾ തന്നെ മൊത്തം ടെൻഷനായി. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് അവിടേക്ക് വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നിട്ടും അവരെടുക്കുന്നില്ല. ഒരു 5-8 വട്ടം വിളിച്ചു, എന്നിട്ട് അവരെടുക്കുന്നില്ല. അവിടുത്തെ ടൈം ഡിഫറൻസ് കൊണ്ട് നേരം വെളുത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അനക്കമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഫ്രണ്ടിനെ തന്നെ വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ആ മാമുമായിട്ട് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കട്ടെ, കിട്ടുമോയെന്ന് അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കിട്ടുന്നില്ല, അടുത്തൊരു മാമിൻ്റെ നമ്പർ തരാം, ആ മാമിന് മെയിൽ അയച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിൽ അയച്ചപ്പോൾ മാം പറഞ്ഞു ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, മറ്റേ മാമിന് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ ടെൻഷനായിട്ട് മാമിൻ്റെ അടുക്ക് പറഞ്ഞപ്പോൾ മാം പറഞ്ഞ് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കട്ടെ മറ്റുള്ളവരുമായിട്ട് എന്ന് പറഞ്ഞ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ്. ഞങ്ങളപ്പോഴും നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അമ്മയും നിരന്തരമായിട്ട് കൊന്ത ചൊല്ലിയും വിശ്വാസ പ്രമാണം എന്തെല്ലാം മാതാവൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാം വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്, ഇവിടുത്തെ കോൺട്രാക്റ്റിൽ സീലുണ്ട്, നിനക്ക് അയച്ചതിലാണ് സീലില്ലാതെ വന്നത്, ഞാനത് PDF ആയിട്ട് നിനക്ക് അയച്ചു തരാം, നീ അത് കളർ പ്രിൻ്റ് ഔട്ട് എടുത്ത് അവിടെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ലാംഗ്വേജ് വാലിഡിറ്റി ഇപ്പോൾ 1 ഇയർ ആണ്, എന്തായാലും നിൻ്റെ 1.6ഉം 1.4 1.3 ആണല്ലോ, അപ്പോൾ റിജക്ഷൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ഇന്ത്യക്ക് അങ്ങോട്ടുള്ളത് കൊണ്ട് അവർക്ക് ഈ ലാംഗ്വേജ് അറിയാൻ പാടില്ലാതെ പിള്ളേർ ചെല്ലുന്നതുകൊണ്ട് കുറേയൊക്കെ ക്യാൻസൽ ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പോഴും ടെൻഷനായി. അപ്പോൾ അമ്മയും ഞാനും എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിച്ചു. അങ്ങനെ
പ്രാർത്ഥിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വിസ വന്നു. ഞാൻ ഈ ലാസ്റ്റ് വീക്കിൽ പോവുകയാണ്. ഈ ആഴ്ച ലാസ്റ്റിൽ പോവുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ വഴിയോരത്ത് കാണുന്ന ആൾക്കാർക്ക് സാമ്പത്തികം സഹായിക്കുകയും പിന്നെ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ വചനത്തിൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. കുമ്പസാരിക്കുന്നത് ഞാൻ മാസത്തിൽ പറ്റുമ്പോൾ ഒരിക്കലെങ്കിലും മാക്സിമം പോയി കുമ്പസാരിക്കാൻ നോക്കുന്നുണ്ട്. പണ്ട് ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നുകൊണ്ട് മിക്കപ്പോഴൊക്കെ തന്നെ കുമ്പസാരിക്കാൻ പോകുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകും. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുകയും കിടക്കുന്നതിന് മുമ്പ് കൊന്തയൊക്കെ ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും എനിക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാം തിരുവചനം. ദൈവം തൻ്റെ തീരുമാനത്തിൻ്റെ അചഞ്ചലത വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ആ ശപഥത്താൽ ഈ തീരുമാനം ഉറപ്പിച്ചു. ദൈവത്തിൻ്റെ വലിയ വലിയ തീരുമാനങ്ങളാണ് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളായി പ്രത്യക്ഷീകരണ സാക്ഷികളായി അൾത്താരയിലേക്ക് കയറി വരുന്നത്. പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛനോട് പറഞ്ഞത് അതുതന്നെയാണ്. ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ തന്നെ നമ്മുടെ ദുരന്തങ്ങൾക്കെല്ലാമുള്ള ഒരു റെമഡി അമ്മ നൽകുകയുണ്ടായി. അതാണ് ഉടമ്പടി എന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതി. അതുൽ എന്ന മകൻ ഇവിടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ദുരന്താവസ്ഥയിലായിരുന്നു. B2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാ എക്സാം ടൈമുകളും മൊഡ്യൂളും എഴുതുകയും അറ്റംപ്റ്റ് ചെയ്തതും. പക്ഷേ വലിയ പ്രതീക്ഷയോടുകൂടി പോയി ഒരു മൊഡ്യൂൾ പോലും പാസ്സാകാതെ ഇറങ്ങിപ്പോരേണ്ട ഒരു വലിയ അവസ്ഥയിൽ ഇനി എൻ്റെ യോഗ്യതകളിൽ എനിക്ക് അഭയം തേടാൻ സാധിക്കുകയില്ല, പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ എന്നെ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വലിയ അവസ്ഥയിൽ ഈ മകൻ ശക്തമായി പ്രാർത്ഥിക്കുവാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാനും ഈശോയെ കൈമാറുവാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിലെ ഒരു വലിയ അത്ഭുതം ഇവിടെ നടക്കുന്നത്. എവിടെയെല്ലാം ഈ മകൻ ഇൻ്റർവ്യൂവിന് പോയി, എവിടെയെല്ലാം പരീക്ഷകൾ എഴുതിയോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ കൈപിടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഈ മകനാവശ്യമായ എല്ലാ സഹായങ്ങളും എല്ലാ അനുഭവങ്ങളും എല്ലാ ആധ്യാത്മികതയും നിറച്ചു കൊടുത്ത് എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കുവാനുള്ള വലിയ കൃപയാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് നന്ദി പറയുവാനും വളരെയധികം പ്രോത്സാഹിപ്പിക്കുവാനും തോന്നുന്നത് അതുലിൻ്റെ അമ്മയാണ്. അമ്മ പറഞ്ഞു, മകനെ നീ തന്നെ പ്രാർത്ഥിച്ച് നീ തന്നെ ഈ സാക്ഷ്യം പറയണം. അമ്മയുടെ ഒരു വലിയ കാൽവെപ്പാണത്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മ ഈ അൾത്താരയിൽ കാണുന്നത്. അതുപോലെ തന്നെ അതുലിന് വലിയ പ്രതീക്ഷകളും വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇന്ന് ഈ മകൻ ജർമ്മനിയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ മക്കളെയും, ജോലിയില്ലാത്തവരെയും വിസ ലഭിക്കാത്തവരെയും വിസയ്ക്കായി പ്രാർത്ഥിക്കുന്നവരെല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഉത്തരവാദിത്വം ജോലി ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഈശോയെ പ്രാപിക്കുകയും നിത്യതയോളം ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ രീതിയിലേക്ക്, ആ കടമയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും എപ്പോഴും നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിലും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.